Namaste friends, welcome back to LJ Kitchen with Lalita Jayaraman. So friends, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യ സ്പെഷ്യൽ അവിയലാണ്. ഫ്രണ്ട്സ്, അവിയൽ എന്ന് പറയുന്നത് വെറും ഓണസദ്യ വിഭവമല്ല. നമ്മളിത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ഇത് കഴിച്ചിരിക്കണം. ബിക്കോസ് ഈ അവിയലിലാണ് നമ്മൾ എല്ലാ നാടൻ വെജിറ്റബിൾസും ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും ഓരോ ബൗൾ വീതം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പടവലങ്ങ, വെള്ളരിക്ക, ചൗചൗ, ചേന, മുരിങ്ങയ്ക്ക, കത്തിരിക്ക, പിന്നെ വാഴയ്ക്ക. ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒരേ അളവിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അവിയലുണ്ടാക്കാൻ ആദ്യം 1 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേനയും മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കാം. ബിക്കോസ് ചേനയും മുരിങ്ങയ്ക്കയും വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. സോ അത് ആദ്യം തന്നെ ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അവിയലിന് വേണ്ടിയുള്ള അരപ്പ് അരച്ചെടുക്കാം. അവിയലിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 ചെറിയ ഉള്ളി. ഇനി ഇതൊക്കെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. പച്ചമുളക്, ജീരകം, കറിവേപ്പില, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ മിക്സിയിലേക്ക് ഇട്ടിട്ട് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് അരയ്ക്കുമ്പം നന്നായിട്ട് അരയ്ക്കണമെന്നില്ല, കുറച്ച് തരിയായിട്ട് ഇരുന്നാൽ മതി. നമ്മളിത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കണമെന്നില്ല, ഇങ്ങനെ തരിയായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ചേനയും മുരിങ്ങയ്ക്കയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. എൻ്റെ അമ്മ വന്ന് പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കിയെടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസൊക്കെ കുക്കറിലിട്ടിട്ട് 2 വിസിൽ കൊടുക്കും. എന്നിട്ട് അതിൽ അരപ്പൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഓഫീസിലൊക്കെ പോകുന്ന ലേഡീസ് ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ വേ ഓഫ് അവിയൽ മേക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. പക്ഷേ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പം അത് ഓവർ കുക്ക്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വെള്ളം ഒത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്കും ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒട്ടും തന്നെ പ്രഷർ കൊടുക്കാൻ പാടില്ല. വളരെ ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഉടഞ്ഞു പോവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളി ഒഴിക്കണം. പക്ഷേ പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാങ്ങ കിട്ടിയില്ല. ആക്ച്വലി മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇട്ടാലും മതി. മാങ്ങ ഇട്ടാലും ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ തൈര് ഒഴിച്ച് അവിയലുണ്ടാക്കുമ്പം അതിന് നല്ലൊരു ടെക്സ്ചറും നല്ലൊരു മണമും കൂടെ കിട്ടും. തൈര് ഒഴിച്ച് അവിയലുണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ അത് തീർക്കാൻ നോക്കണം. നോർമലി അവിയലിന് നമ്മൾ കടുക് വറുക്കാറില്ല. സോ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഹെൽത്തി അവിയൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, വേറെയും ചില ഓണസദ്യ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടി ഒന്ന് കാണുക നിങ്ങൾ. ഈ അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സോ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി ഓണാശംസകൾ നേരുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിൽ സേഫായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.